Allah 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 Allah. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi വകഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, വിജയ പരാജയങ്ങളെ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് സാഹചര്യത്തിൻ്റെത്, മറ്റൊന്ന് വ്യക്തിയുടേത്. സാഹചര്യത്തിൻ്റെതെന്ന് പറഞ്ഞാല് പല സ്ഥലത്തും നമ്മൾ പരാജയപ്പെടും. ഉദാഹരണത്തിന് പരീക്ഷയിൽ പരാജയപ്പെടുന്നു. പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളത് അത് സാഹചര്യത്തിന്റെ പരാജയപ്പെടലാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാ പറയേണ്ടത്. പലപ്പോഴും നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ അത് നമ്മുടെ പരാജയമായിട്ട് എടുക്കും. അത് വലിയ അബദ്ധമാണ്. ഞാനെപ്പോഴും പരാജയപ്പെടുന്ന ആളാണ്, എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ പരാജയമായിട്ട് എടുക്കും. അത് ആ സാഹചര്യത്തിന്റെ പരാജയമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മുടെ പരാജയമായിട്ടെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിത്തരും. എന്നാൽ നമ്മുടെ പരാജയം സംഭവിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് ആരകറ്റപ്പെടുന്നുവോ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ, അവൻ വിജയിച്ചു. അത് സാഹചര്യത്തിന്റെ വിജയമോ പരാജയമല്ല, അത് ആ വ്യക്തിയുടെ വിജയമാണ്. നരകത്തിലേക്ക് പോയാൽ ആ വ്യക്തിയുടെ പരാജയമാണ്, സാഹചര്യത്തിന്റെ പരാജയം അല്ല. പിന്നീട് ഒരു അവസരത്തിൽ അത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിന്റെ 16ാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും ഒഴിവാക്കി, ബറാഅത്തുൻ മിനന്നാർ, നരകത്തിൽ നിന്നും ഒഴിവാക്കി സ്വർഗാവകാശിയാക്കി അവനെ മാറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് സ്വീകരിക്കപ്പെടുന്ന തറാവീഹായിട്ട് അല്ലാഹു തആല നമ്മുടെ തറാവീഹുകളെ കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وتصفو الحياة بنور